മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. 466.91 കോടി രൂപയുടെ ഫെമ ചട്ടലംഘനം നടന്നതായാണ് ഇ.ഡി. നോട്ടീസിൽ ആരോപിക്കുന്നത്. ഇതിൽ വിശദീകരണം നൽകണമെന്നാണ് ആവശ്യം. മസാല ബോണ്ട് എന്താണെന്ന് അറിയും മുൻപ് നമ്മൾ കിഫ്ബി എന്ത് എന്നറിയണം. സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് ഫണ്ട് ഉറപ്പാക്കാനായി രൂപീകരിച്ചതാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി. 1999 നവംബർ 11 തുടക്കമെങ്കിലും 2016-17 തന്റെ ബജറ്റിലൂടെ അന്നത്തെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കാണ് കിഫ്ബിയെ വീണ്ടും സജീവമാക്കുന്നത്. 2018 മസാല ബോണ്ട് വഴി പണം സമാഹരിക്കാൻ കിഫ്ബി തീരുമാനിക്കുന്നത്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് മൊത്തം 5000 കോടി രൂപ സമാഹരിക്കാനായിരുന്നു പ്ലാൻ. അടിസ്ഥാന സൗകര്യ വികസനം, ഗതാഗതം, ഊർജ്ജം, IT തുടങ്ങിയ മേഖലകളിലെ വികസനമാണ് കിഫ്ബിയിലൂടെ സർക്കാർ നടത്തുന്നത്. റോഡുകൾ, പാലങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ, സർക്കാർ മന്ദിരങ്ങൾ തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ കിഫ്ബിയിലൂടെ സർക്കാർ നടത്തി വരുന്നുമുണ്ട്. ഇനി മസാല ബോണ്ടിലേക്ക് വരാം. എന്താണ് ഈ വിവാദമെന്ന് ആദ്യം നോക്കാം. വിവാദത്തിന് പിന്നിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. ഈ കോർപ്പറേറ്റ് കമ്പനികൾ, അതുപോലെ ധനകാര്യ സ്ഥാപനങ്ങൾ, സർക്കാരുകൾ തുടങ്ങിയവയാണ് ഈ മസാല ബോണ്ട് ഇറക്കുന്നത്. അതുവഴി സമാഹരിക്കുന്ന പണം ചട്ടപ്രകാരമുള്ള വികസന മൂലധന പദ്ധതികൾക്ക് തന്നെ വിനിയോഗിക്കുക, അതുപോലെ തന്നെ സ്ഥലം വാങ്ങുക, ഓഹരി വാങ്ങുക തുടങ്ങിയ ഇടപാടുകൾ പറ്റില്ല എന്നാണ്. 2019 കിഫ്ബി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി ഈ പണം ഈ പറയുന്നത് പോലെ 2150 കോടി രൂപ സമാഹരിക്കുന്നത്. ഇത്തരത്തിൽ സമാഹരിക്കുന്ന പണം ചട്ടപ്രകാരമുള്ള വികസന മൂലധന പദ്ധതികൾക്ക് തന്നെ വിനിയോഗിക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ഥലം വാങ്ങുക, അതുപോലെ തന്നെ ഓഹരി വാങ്ങുക തുടങ്ങിയ ഇടപാടുകൾക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 2019 കിഫ്ബി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കുന്നത്. അതായത് 2150 കോടി സമാഹരിക്കുന്നത് ആ സമയത്താണ്. അതിന്റെ പലിശ എന്ന് പറയുന്നത് 9.72%. മസാല ബോണ്ടിലൂടെ ഇത്തരത്തിൽ പണസമാഹരണം നടത്തിയതിൽ വിദേശ നാണയ വിനിമയ ചട്ടത്തിന്റെ ലംഘനം നടന്നു എന്നാണ് ഇ.ഡി. ആരോപിക്കുന്നത്. ഇതിലായിരുന്നു ഇ.ഡിയുടെ പരിശോധന. ഏറ്റവും ഒടുവിൽ ഇതിൽ തന്നെയാണ് ഇങ്ങനെയൊരു ചട്ടലംഘനം നടന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഇ.ഡി. കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്താണ് മസാല ബോണ്ട് എന്ന് പരിശോധിച്ചാൽ വിദേശ വിപണിയിൽ നിന്ന് പണം സമാഹരിക്കാനാണ് ഈ മസാല ബോണ്ട് ഇറക്കുന്നത്. വിദേശ വാണിജ്യ വായ്പ ഇന്ത്യൻ രൂപയിൽ ലഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് ഇന്ത്യയിലെ സ്ഥാപനങ്ങൾക്ക് വിദേശ വാണിജ്യ വായ്പ ഇന്ത്യൻ രൂപയിൽ ലഭിക്കും. ഡോളർ അടിസ്ഥാനമാക്കി ബോണ്ട് ഇറക്കിയാൽ വിനിമയ നിരക്കിലെ വർധന ഈ തിരിച്ചടവിൽ ബാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ ഡോളറുമായുള്ള ഏറ്റക്കുറച്ചിലുകൾ ഈ ബോണ്ടുകളെ ബാധിക്കില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി കിഫ്ബിയും മസാല ബോണ്ടും തമ്മിൽ എന്താണെന്ന് നോക്കാം. ഈ മസാല ബോണ്ടിലൂടെ കിഫ്ബി പണം സമാഹരിച്ചത് 2019 നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ധനമന്ത്രി തോമസ് ഐസക്കിന്റെ സമയത്താണ് ഈ പണം സമാഹരിക്കുന്നത്. 2150 കോടി രൂപ 5 വർഷത്തേക്ക് 9.72% പലിശ നിരക്കിൽ 7.2% പലിശ നിരക്കിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നിവിടങ്ങളിൽ ലിസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത ആദ്യത്തെ സംസ്ഥാനതല സ്ഥാപനമായിരുന്നു കിഫ്ബി എന്ന് പറയുന്നത്. ഇനി ഇ.ഡിയുടെ വാദം എന്താണ്? ഇ.ഡി മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഈ മസാല ബോണ്ട് വഴി ശേഖരിച്ച പണം അടിസ്ഥാന വികസന പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ചട്ടലംഘനമാണ് എന്നാണ് പറയുന്നത്. അതായത് ഫെമ ചട്ടലംഘനം ഇവിടെ നടന്നിട്ടുണ്ട് എന്നാണ് ഇ.ഡിയുടെ വാദം. മസാല ബോണ്ട് വഴി പണം സമാഹരിച്ചതിനെ CAGയും എതിർത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇ.ഡി മുന്നോട്ട് വയ്ക്കുന്ന ഈ വാദത്തിൽ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ സർക്കാർ വാദം പരിശോധിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് സർക്കാർ പറയുന്നത് എന്ന് നോക്കിയാൽ
ഈ പറയുന്നത് പോലെയുള്ള നിയമലംഘനങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. അതായത് ED മുന്നോട്ട് വെക്കുന്ന ആരോപണങ്ങളെല്ലാം തന്നെ തെറ്റാണ്. ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങളൊന്നും തന്നെ ഇവിടെ നടന്നിട്ടില്ല എന്നാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ റിസർവ് ബാങ്കിന്റെ NOC ഇതിലുണ്ട് എന്നും സർക്കാർ പറയുന്നുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിനു മുമ്പും പലതവണ നമ്മൾ ഈ വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടാകും. ഈ മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തോമസ് ഐസക്കിന് ഉൾപ്പെടെ നേരത്തെ തന്നെ പലതവണ ED നോട്ടീസ് അയച്ചതുമാണ്. ഇപ്പോൾ ഇലക്ഷൻ, ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ ഒരു സമയത്ത് എന്തുകൊണ്ട് ED ഇങ്ങനെ ഒരു നോട്ടീസുമായി മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം. വിശദമായ വിവരങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. നിതിൻ സേവ്യർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. അതുപോലെ തന്നെ കിഫ്ബിയുടെ വാദം പരിശോധിക്കേണ്ടതുണ്ട്. വിജിൻ വായാന്തോടും തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആദ്യം നിതിനിലേക്കാണ്. നിതിൻ, ഈ സൂചിപ്പിച്ചതുപോലെ അത് തന്നെയാണ് അറിയേണ്ടത്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അതിനിടയിലാണ് ED ഇങ്ങനെയൊരു നോട്ടീസുമായി മുന്നോട്ട് വരുന്നത്. ഈ ഘട്ടത്തിൽ EDയുടെ ഈ നോട്ടീസിനെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? അവിടുത്തെ പറഞ്ഞ പോലെ തന്നെ മുൻപും പലതവണയും തെരഞ്ഞെടുപ്പ് എടുത്ത സമയത്ത് ഇത്തരത്തിലുള്ള നോട്ടീസുകളുമായി ED വന്നിട്ടുണ്ട്. മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഇത്തരം നോട്ടീസുകളുമായി ED വന്നിട്ടുണ്ട്. ഇത്തവണ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടൊരു നോട്ടീസാണ് മുഖ്യമന്ത്രിക്ക്. 4 പേർക്കാണ്, കൃത്യമായി പറഞ്ഞാൽ 4 പേർക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഒന്ന് കിഫ്ബിയാണ്. കിഫ്ബി എന്ന സ്ഥാപനത്തിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിന്റെ ചെയർമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ, വൈസ് ചെയർമാനായ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക്, ഒപ്പം തന്നെ കിഫ്ബിയുടെ CEO ആയ KM എബ്രഹാം, ഇവർ 4 പേർക്കാണ് കഴിഞ്ഞ മാസം നവംബർ 12-ാം തീയതി നോട്ടീസ് അയക്കുന്നത്. കാരണം കാണിക്കൽ നോട്ടീസ്. അതായത് ഈ 2017 ഇത്തരത്തിൽ 2019 ജനുവരി 17 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിക്കാൻ തീരുമാനമെടുത്തത്. അതിനെ തുടർന്ന് 2019 ഇത്തരത്തിൽ 9.72% പലിശയിൽ 2663.8 കോടി രൂപ സമാഹരിക്കുകയും ചെയ്തു. ഈ സമാഹരിച്ച പണത്തിൽ ഒരു ഭാഗം ഉപയോഗിച്ച് അടിസ്ഥാന വികസന സൗകര്യ പദ്ധതികൾക്ക് വേണ്ടി ഉപയോഗിച്ചത് അത് ഫെമ നിയമലംഘനം, വിദേശ വിനിമയ നാണ്യച്ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ 466 കോടി രൂപയിലധികം രൂപ ഭൂമി വാങ്ങാനായി കിഫ്ബി ഉപയോഗിച്ചിട്ടുണ്ട്. കിഫ്ബിയുടെ പേരിൽ ഭൂമി വാങ്ങാനായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഫെമ നിയമങ്ങളുടെ ചട്ടലംഘനമാണ് എന്നാണ് ED പറയുന്നത്. ഇതിനെ തുടർന്നാണ് കാരണം കാണിക്കൽ നോട്ടീസ്. കഴിഞ്ഞ വർഷം തോമസ് ഐസക്കിന് 2 തവണ നോട്ടീസ് അയച്ചിരുന്നു. ആ 2 തവണയും തോമസ് ഐസക് EDക്കല്ല മറുപടി നൽകിയത്. അദ്ദേഹം കോടതിയിൽ പോവുകയാണ്. അദ്ദേഹം നിയമപരമായി ഇതിന് മറുപടി നൽകാമെന്നൊരു തീരുമാനത്തിലായിരുന്നു അദ്ദേഹം എത്തിയിരുന്നത്. ഇപ്പോൾ വീണ്ടും ഒരു നോട്ടീസുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരികയാണ്. ഇതിൽ കുറച്ചുകൂടി ED ഒരു കടുത്ത നിലപാടെടുത്തിരിക്കുന്നത് ഒരു അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയെ കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്കാണ് കൃത്യമായി ഇവർ ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ്, EDയുടെ തന്നെ ഉദ്യോഗസ്ഥരാണ് ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ആയിട്ടുള്ളത്. വലിയ തുകയുടെ ഒരു ക്രമക്കേട് അല്ലെങ്കിൽ വലിയ സാമ്പത്തിക ക്രമക്കേടുണ്ട്, അല്ലെങ്കിൽ വലിയ തുക ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരാണ് ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയായി വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് മുൻപിലാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഇനി ഈ നോട്ടീസ് ലഭിച്ച മുഖ്യമന്ത്രി അടക്കമുള്ളവർ മറുപടി നൽകേണ്ടതും ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്കാണ്. ഇതിൽ നേരിട്ട് ഹാജരാകണമെന്ന് നിർദ്ദേശിക്കുന്നില്ല. മുൻപ് സാധാരണ ED നോട്ടീസ് അയക്കുന്നത് നേരിട്ട് ഹാജരാകണം അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന്. പക്ഷേ ഇവിടെ നേരിട്ട് ഹാജരാകണമെന്നില്ല. ഇത് കാരണം കാണിക്കലിനുള്ള നോട്ടീസാണ്. ഈ കാരണം കാണിക്കൽ നോട്ടീസിന് വിശദീകരണം നൽകിയാൽ മതിയാകും. അത് നേരിട്ട് നൽകാൻ സാധിച്ചില്ല എങ്കിൽ അഭിഭാഷകൻ വഴി നൽകിയാലും മതിയാകും. ഏതായാലും അതിന് കൃത്യമായ സമയപരിധി ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിട്ടുമുണ്ട്. പക്ഷേ ഇതിൽ സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഒരു മറുപടി നൽകുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കരുതുന്നില്ല. അവർ നിയമപരമായി പോകുമെന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കരുതുന്നത്. പക്ഷേ കൃത്യമായി സമയത്തിനുള്ളിൽ മറുപടി നൽകിയില്ലെങ്കിൽ തുടർന്ന് മറ്റു നടപടികളിലേക്ക് പോകാനാണ് EDയുടെ തീരുമാനം. പ്രത്യേകിച്ച് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഉണ്ട്. അവർക്കിതിൽ ഒരു പുനഃപരിശോധന ആവശ്യപ്പെടാം, അല്ലെങ്കിൽ പിഴ ഈടാക്കാം, അല്ലെങ്കിൽ ഇതിൽ PMLA ആക്ട് അടക്കമുള്ള എന്തെങ്കിലും ക്രമക്കേട് നടന്നിട്ടുള്ള കാര്യമുള്ള കാര്യങ്ങൾ പരിശോധിക്കാം. അപ്പോൾ ഈ മറുപടി കൃത്യമായി നൽകിയില്ലെങ്കിൽ കൂടുതൽ പരിശോധനയിലേക്ക് പോകാനാണ് നിലവിൽ, അല്ലെങ്കിൽ കൂടുതൽ തുടർ നടപടികളിലേക്ക് പോകാൻ, കടുത്ത നടപടികളിലേക്ക് പോകാനാണ് ED തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ EDക്ക് ഇതിൽ ഇടപെടാൻ പറ്റില്ല എന്നാണ് കിഫ്ബി പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് കിഫ്ബി ഒരു വാർത്താക്കുറിപ്പ് നേരത്തെ അവർ വിശദീകരണം ഇറക്കിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇതിനെ സൂചിപ്പിച്ചതുപോലെ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് അല്ലെങ്കിൽ ഒരു വിശദീകരണം നൽകണമെന്നാണ് ഇപ്പോൾ സർക്കാരിനോട്, മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ അന്നത്തെ ധനമന്ത്രിയോടും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അതും നേരിട്ട് ഹാജരാകണമെന്നൊന്നുമില്ല എന്നൊക്കെ പറയുന്നുമുണ്ട്. ഇതിപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു നോട്ടീസ് പുറത്തു വരുമ്പോൾ ഇത് ഈ ഒരു ഇലക്ഷൻ തന്ത്രമായി കണ്ട് നമുക്കറിയാം ED ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്കറിയാവുന്നത് തന്നെയാണ്, പൊതുജനങ്ങൾ കാണുന്നതാണല്ലോ. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ വെറുതെ പേടിപ്പിക്കാനായ ഒരു നോട്ടീസ് അങ്ങനെ കരുതിയാൽ മതിയോ ഇതിനെ?
തീർച്ചയായും അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. കാരണം പ്രതിപക്ഷം പോലും ഈ നോട്ടീസിനെ കാര്യമായി എടുക്കുന്നില്ല. അല്ലെങ്കിൽ പിണറായി വിജയനെ പേടിപ്പിക്കാനൊരു നോട്ടീസ്, അല്ലെങ്കിൽ അവരെ പിണറായി വിജയനെ പേടിപ്പിച്ച് ഒപ്പം നിർത്താൻ ഒരു നോട്ടീസ് ഇ ഡി അയക്കുന്നു എന്നാണ് പ്രതിപക്ഷം പോലും കരുതുന്നത്. പ്രതിപക്ഷ നേതാക്കൾ പോലും ഈ നോട്ടീസിൽ വലിയ തോതിലൊരു പ്രതിഷേധം അല്ലെങ്കിൽ സർക്കാരിനെതിരെ പറയാനൊന്നും അവർ മുൻപോട്ട് വരുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. പ്രത്യേകിച്ച് ഇ ഡിയിലുള്ള വിശ്വാസത്തെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൽ വളരെയധികം കുറവാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ എതിർ രാഷ്ട്രീയക്കാരെ അല്ലെങ്കിൽ BJP-ക്കെതിരെയുള്ളവരെ അല്ലെങ്കിൽ NDA-ക്കെതിരെയുള്ളവരെ രാഷ്ട്രീയമായി വായടപ്പിക്കാനുള്ളൊരു ടൂൾ, അത് ഒരു BJP സർക്കാരിൻ്റെ ടൂളായി മാത്രമാണ് ഇ ഡി കഴിഞ്ഞ കുറേ നാളുകളായി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇ ഡിയുടെ ഇത്തരം നോട്ടീസുകൾ അല്ലെങ്കിൽ ഇത്തരം പല കേസുകൾ, നേരത്തെ പല കേസുകൾ ഇത്തരം ഇലക്ഷൻ്റെ സമയത്ത് ഇ ഡി കേസുകളുമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കേസുകളിൽ ഇ ഡി നോട്ടീസ് അയക്കുന്നത് വലിയ കാര്യമായി എടുക്കുന്നില്ല എന്നതാണ് സത്യം. ഇതിലും ഒരു സർക്കാരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവരോ മറുപടി നൽകുമെന്ന് നമ്മൾ കരുതാൻ പാടില്ല. അത് നിയമപരമായി തന്നെയാകും, കോടതിയിൽ തന്നെയാകും ഇതുമായി ബന്ധപ്പെട്ട് ഇവർ മറുപടി നൽകുന്നത്. ഇ ഡിക്ക് അവർ മറുപടി നൽകുമെന്ന് കരുതാനും വയ്യ. അപ്പോൾ അത്തരത്തിൽ കൃത്യമായ ഒരു BJP-യുടെ രാഷ്ട്രീയ ടൂളായി ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിക്കുന്നു വേണം കാര്യം. കഴിഞ്ഞ കുറേ നാളുകളായി മുൻപും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഇത്തരത്തിൽ പല നോട്ടീസുകൾ പല കേസുകളായി ബന്ധപ്പെട്ട് അയച്ചിട്ടുണ്ട്. മുൻപ് മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഒരു നോട്ടീസ് ക്ലിഫ് ഹൗസിലേക്ക് അയച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ രാഷ്ട്രീയമായ എതിർച്ചേരിയുള്ളവരെ പേടിപ്പിച്ച് നിർത്താൻ അല്ലെങ്കിൽ അവരെ ഒന്ന് പേടിപ്പിക്കാൻ ഇത്തരത്തിൽ നോട്ടീസ് അയക്കുക എന്നത് ഇ ഡിയുടെ സ്ഥിരം തന്ത്രമാണ്. അതും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു നോട്ടീസിനെയും സർക്കാരും CPM അല്ലെങ്കിൽ LDF-ഉം കാണുന്നത്. ഇതിപ്പോൾ സർക്കാരിന്റെ തീരുമാനം എന്താണ്? ഇതിപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് തേടിയ സ്ഥിതിക്ക് അല്ലെങ്കിൽ കാരണം കാണിക്കൽ വിശദീകരണം വേണമെന്ന് പറയുന്ന സ്ഥിതിക്ക് ഒരു വിശദീകരണം നൽകാൻ തന്നെ ആയിരിക്കുമോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. നേരത്തെ 2 തവണ തോമസ് ഐസക്കിന് കഴിഞ്ഞ വർഷം ഈ നോട്ടീസ് നൽകിയിരുന്നു. 2021 ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരംഭിക്കുന്നത്. അതിനുശേഷം 2024 2 തവണ തോമസ് ഐസക്കിന് നോട്ടീസ് നൽകിയിരുന്നു. ഈ 2 തവണയും അദ്ദേഹം ഇ ഡിക്ക് മറുപടി നൽകിയിരുന്നില്ല. പകരം അദ്ദേഹം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്കാണ് അദ്ദേഹം പോയത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും അങ്ങനെ തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. സർക്കാരോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ തോമസ് ഐസക്കോ കിഫ്ബിയോ KM എബ്രഹാമോ ഇവരാരും തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഒരു മറുപടി നൽകുമെന്ന് കരുതാൻ വയ്യ. ഇവർക്ക് പറയാനുള്ളത് കോടതി തന്നെയാണ് പറയുക. ഈ നോട്ടീസിനെ അവർ എതിർക്കുകയും ചെയ്യുന്നത് ഉറപ്പാണ്. പ്രത്യേകിച്ച് ഇത്തരമൊരു തിരഞ്ഞെടുപ്പ് കൂടി അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയമായാണ് ഇ ഡി പെരുമാറുന്നത് എന്ന് തന്നെയായിരിക്കും ഇവർ കോടതിയെ ബോധിപ്പിക്കാൻ പോകുന്നതും. ശരി, നിതിൻ സേവ്യറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ സംഭവത്തിൽ തന്നെ ഈ മസാല ബോണ്ട് ഫണ്ടുകൾ സംബന്ധിച്ച ഇ ഡിയുടെ ആരോപണം തള്ളി ഇപ്പോൾ കിഫ്ബിയും രംഗത്ത് വന്നിട്ടുണ്ട്. എല്ലാ നിയമങ്ങളും കർശനമായി പാലിച്ചാണ് ഫണ്ട് വിനിയോഗം നടത്തിയത് എന്നാണ് കിഫ്ബിയുടെ വിശദീകരണം. വിജിൻ വായന്തോട് വിശദമായ വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. വിജിൻ, ഇതിപ്പോൾ കിഫ്ബിയുടെ വിശദീകരണം വന്നിരിക്കുകയാണ്. കിഫ്ബി എന്താണ് പറയുന്നത്? വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണല്ലോ. പെമ ചട്ടലംഘനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത്. അമൃത, എന്തായാലും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഈ ഇ ഡിയുടെ നടപടി എന്നുള്ള കാര്യമാണ് നിലവിൽ കിഫ്ബി വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇനി അതൊരു നിയമ പോരാട്ടത്തിലേക്ക് കൂടി പോകാനുള്ള സാധ്യതയാണ്. നേരത്തെ നിതിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ തോമസ് ഐസക്കിനും ഒപ്പം തന്നെ കിഫ്ബി MD-ക്കും ഒക്കെ എതിരായി ഈ ഇ ഡി നോട്ടീസ് നൽകുകയും ചോദ്യം ചെയ്യലിന് എത്തണം എന്നാവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അത് ഹൈക്കോടതിയിലുള്ള നിയമ പോരാട്ടത്തിനൊടുവിൽ ചോദ്യം ചെയ്യാൻ ഇവർ ഹാജരാകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്കാണ് നിലവിൽ ഹൈക്കോടതി ആ ഘട്ടത്തിൽ എത്തിയത്. അത് കഴിഞ്ഞ് ഇപ്പോൾ വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഇക്കാര്യത്തിൽ കിഫ്ബിയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റായ നടപടി ഉണ്ടായി എന്ന് കാണിച്ച് ഫെമ നിയമത്തിന്റെ ലംഘനം ഉണ്ടായി എന്നൊക്കെ കാണിച്ചുള്ള ഒരു വിശദീകരണം ആവശ്യപ്പെട്ടുള്ള കത്ത് ലഭിക്കുന്നത്. എന്തായാലും കിഫ്ബി ഇപ്പോൾ വിശദീകരിക്കുന്നത് ഇ ഡിയുടെ നടപടി പൂർണ്ണമായും തെറ്റാണ്. എല്ലാ നിയമങ്ങളും കർശനമായി പാലിച്ചാണ് ഫണ്ട് വിനിയോഗം നടത്തിയത്. മസാല ബോണ്ട് ഉപയോഗിച്ച് ഫണ്ടുകൾ ഉപയോഗിച്ച് അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കലാണ് നിലവിൽ നടത്തിയിട്ടുള്ളത്. വാണിജ്യ ആവശ്യങ്ങൾക്ക് ഒരു തുകയും ഉപയോഗിച്ചിട്ടില്ല. ഇ ഡി വസ്തുതകളെ തെറ്റായി ധരിപ്പിക്കുകയാണ്, തെളിവുകൾ മനഃപൂർവ്വം കെട്ടിച്ചമക്കുന്നു എന്നുള്ള ആരോപണമാണ് നിലവിൽ ഇ ഡിക്കെതിരെ കിഫ്ബി കൂടി ഉന്നയിക്കുന്നത്. ഇ ഡി നോട്ടീസ് നൽകിയ സമയക്രമം തെരഞ്ഞെടുപ്പ് കാലമാണ്. എല്ലാ ഘട്ടത്തിലും അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇ ഡി ഈ വിഷയത്തിൽ നോട്ടീസ് നൽകാറ് എന്ന കാര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയുള്ള വിശദീകരണമാണ് ഇപ്പോൾ കിഫ്ബിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അത് CPM സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളുടെ ഒക്കെ ഭാഗമായി തന്നെ ഉണ്ടാകുന്ന ഒരു നിലപാടാണ് കിഫ്ബിയുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിയമ പോരാട്ടം തന്നെയാകും എന്തായാലും മുഖ്യമന്ത്രി. അതാണ് അറിയേണ്ടത്. ഇപ്പോൾ വിശദീകരണവുമായി കിഫ്ബി രംഗത്ത് വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്കെതിരെ നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനായിരിക്കുമോ തീരുമാനം?
CPM-ന്റെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെയും ഒപ്പം തോമസ് ഐസക്കിനെതിരെ നേരത്തെ നൽകിയ ED സമൻസ് ഒക്കെ ഉണ്ട്. ആ സമൻസിൽ ഹൈക്കോടതി തന്നെ പറഞ്ഞത് തോമസ് ഐസക്കിനെ എന്തിന് ചോദ്യം ചെയ്യണം എന്നുള്ളതായിരുന്നു. തോമസ് ഐസക്കിന്റെ കോടതിയിലെ ആവശ്യവും അത് തന്നെയായിരുന്നു. എന്തിനാണ് തന്നെ വിളിച്ചു വരുത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്, അതിൽ വ്യക്തത വേണം എന്നുള്ളതായിരുന്നു അന്ന് തോമസ് ഐസക് ഹൈക്കോടതിയിൽ ED-ക്കെതിരായി ഉന്നയിച്ച ഹർജി എന്ന് പറയുന്നത്. അതിൽ വിശദീകരണം നൽകിയ ശേഷം തോമസ് ഐസക്കിന്റെ ഹർജിയിൽ ഹൈക്കോടതി എന്ന് പറഞ്ഞത് അങ്ങനെ വിശദീകരണം ആവശ്യപ്പെടേണ്ടതില്ല, അതായത് നേരിട്ട് എത്തി ഹാജരായി ഒരു വിശദീകരണം നൽകേണ്ടതില്ല എന്നുള്ള നിലപാടെന്ന് ഹൈക്കോടതി സ്വീകരിച്ചിരുന്നു. ഒപ്പം തന്നെ കേസുമായി മുന്നോട്ട് പോകാൻ ED-ക്ക് അനുമതിയും നൽകി. അതിന്റെയൊക്കെ ബാക്കിയാണ് നിലവിൽ ഇപ്പോൾ ഈ ഫെമ ചട്ടലംഘനം ഉൾപ്പെടെ കാണിച്ചുള്ള വിശദീകരണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനും ഒപ്പം കിഫ്ബി MD KM എബ്രഹാമിനും എതിരായിട്ടുള്ള നിലവിലുള്ള വിശദീകരണ നോട്ടീസ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് നടപടികളൊക്കെ നടന്നുകൊണ്ട് പോകുന്നതിനിടയിലുള്ള ഒരു ED-യുടെ ഇടപെടലായി മാത്രമാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഈ അധികാര സ്ഥാനത്തിരുന്നവർ എന്നുള്ള ചുമതലകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് കടക്കേണ്ടതില്ല എന്ന തീരുമാനം കൈക്കൊണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇക്കാര്യത്തിൽ കിഫ്ബി തന്നെ പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്, തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ മാത്രമാണ് ED ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. ഒരു തരത്തിലും ഈ ഫണ്ട് ഉപയോഗിക്കുന്നതിൽ ചട്ടലംഘനം ഉണ്ടായിട്ടില്ല, സ്ഥലമേറ്റെടുപ്പിന് മാത്രമാണ്, വാണിജ്യ ആവശ്യത്തിന് ഒന്നും ഈ തുക ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള വിശദീകരണം ഇപ്പോൾ കിഫ്ബി നൽകുന്നു. അതിനർത്ഥം ഏതെങ്കിലും തരത്തിൽ ഈ നിലവിലെ നടപടികളുമായി മുന്നോട്ട് പോയാൽ അതിൽ തീർച്ചയായും പ്രതിരോധം തീർച്ച് മറ്റൊരു നിയമ നടപടിയിലേക്ക് കിഫ്ബിയും പോകും എന്നുള്ളതാണ്. അത് സർക്കാരിന്റെ കൂടി അഭിപ്രായമായി തന്നെ വ്യാഖ്യാനിക്കാൻ കഴിയുന്നതാണ്. കാരണം മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ മുൻ ധനമന്ത്രി TN തോമസ് ഐസക്കും ഉൾപ്പെടെയുള്ളവർ നിയമ നടപടിയിലേക്ക് കടക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഇപ്പോൾ കിഫ്ബിയുടെ ഈ 3 പേർക്കുമെതിരായ ഈ നടപടിയിൽ തോമസ് ഐസക് നേരത്തെ വിശദീകരിച്ചത് മുമ്പൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്ക് പോകും എന്ന കാര്യം വിശദീകരിച്ചിരുന്നില്ല. പക്ഷേ കിഫ്ബി ഇപ്പോൾ നൽകിയിരിക്കുന്ന വിശദീകരണത്തിൽ നിന്ന് തങ്ങൾ ED-ക്ക് വഴങ്ങിക്കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള നിലപാട് വിശദീകരിക്കുകയാണ് അമൃത. ശരി, ഏതായാലും ED-യുടെ ആരോപണം തള്ളുകയാണ് കിഫ്ബി. എല്ലാ നിയമങ്ങളും കർശനമായി പാലിച്ചാണ് ഫണ്ട് വിനിയോഗം നടത്തിയത് എന്ന് കിഫ്ബി പറയുന്നു. ഒപ്പം ED ഈ വസ്തുതകളെ തെറ്റായി അവതരിപ്പിക്കുകയും തെളിവുകൾ മനഃപൂർവ്വം കെട്ടിച്ചമക്കുകയും ചെയ്യുന്നു എന്നാണ് കിഫ്ബിയുടെ വിശദീകരണം. വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായാന്തോടും കൊച്ചിയിൽ നിന്ന് നിതിൻ സേവ്യറും പങ്കുവച്ചത്.